Hello all, welcome to the third episode of Science of Learning. വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് എൻ്റെ ആദ്യത്തെ രണ്ട് വീഡിയോസിനും കിട്ടിയത്, റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിളിനും അതേപോലെ സ്പേസ് റിപ്പീറ്റേഷനും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ നോട്ട് എഴുതാറുണ്ട്, ടീച്ചർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ കൂടെ നോട്ട് എഴുതാറുണ്ട്. ആക്ച്വലി നോട്ട് മേക്കിംഗ് എന്നുള്ളത് ഇൻ ജനറൽ ഒരു പാസീവ് ലേണിംഗ് ടെക്നിക്കാണ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് റീകോളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണണം കേട്ടോ. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. പാസീവ് ലേണിംഗ് മെത്തേഡ്, നമ്മൾ നോട്ട് വായിക്കുന്നു അല്ലെങ്കിൽ നോട്ട് എഴുതുന്നു അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നു, ഇതെല്ലാം പാസീവ് ലേണിംഗ് മെത്തേഡ്സ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെനിക്ക് അറിയാം, ബട്ട് ആക്ച്വലി ഇത് എക്സാമിന് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ നമുക്ക് നോട്ട് മേക്കിങ്ങിലോട്ട് ആക്റ്റീവ് റീകോൾ കൊണ്ടുവരാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് 3 ടെക്നിക്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ 3 ടെക്നിക്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ചില ടെക്നിക്സ് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഓരോ ടെക്നിക്സ് ആയിരിക്കും യൂസ്ഫുൾ ആയി വരിക, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ടെക്നിക്സ് ആയിരിക്കും യൂസ്ഫുൾ ആയി വരിക. ഈ നോട്ട് മേക്കിംഗ് ടെക്നിക്സ് ഇൻ ജനറൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ള സബ്ജക്ട്സിന് വേണ്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ മേ ബി ബയോളജി, അതേപോലെ കെമിസ്ട്രി, ഇനി സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലായിരിക്കും ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആയി മാറുക. അപ്പോൾ ഈ 3 ടെക്നിക്സും ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആക്റ്റീവ് റീകോൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ആക്റ്റീവ് റീകോൾ എന്നാൽ നമ്മൾ ബ്രെയിനിന് ആക്റ്റീവ് ലോഡ് കൊടുക്കുകയാണ്. മുമ്പ് പറഞ്ഞൊക്കെ പാസീവ് ലേണിംഗ് മെത്തേഡ്സ് ആണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് റീകോൾ ഏതുപോലെയാണ്, നമ്മൾ നമ്മുടെ മസിൽസ് ട്രെയിൻ ചെയ്യുന്നു അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊരു ഭാരം പൊക്കണം, നമുക്ക് ജിമ്മിൽ പോകുന്ന എന്തിനാ? നമുക്കൊരു ഭാരം പൊക്കണം അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസിൽസിനെ ട്രെയിൻ ചെയ്യുന്നു. അതേപോലെ നമ്മൾ ബ്രെയിനും ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഈ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ആക്ച്വലി ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. നമുക്ക് ഇനി 3 ടെക്നിക്സിലോട്ട് പോകാം. ഓക്കെ, ഈ 3 ടെക്നിക്സിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഡിലേഡ് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് നോട്ട് എഴുതാറുള്ളത്? സാധാരണ നമ്മൾ നോട്ട് എഴുതാറുള്ളത് എങ്ങനെയാണ്? ടീച്ചർ എന്തെങ്കിലും ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണും, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ടിൽ എഴുതി വെക്കും അല്ലേ? ഈ നോട്ടിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് അതിൽ ഒരു 50% അബോവ് കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിയുമ്പോഴേക്ക് മറന്നു പോകും എന്നുള്ളതാണ്. ഇതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ മെക്കാനിക്കലി ചെയ്യുന്നൊരു പ്രോസസ്സാണ് അല്ലേ, അല്ലാതെ കാര്യമായി ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചല്ല ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം അത് തന്നെയാണ്, നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് പ്രധാനമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു. പക്ഷേ ടീച്ചർ എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് വളരെ ആക്റ്റീവായി ബ്രെയിനിൽ ചിന്തിക്കാതെ നമുക്ക് പെട്ടെന്ന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരു ജനറൽ നോട്ട് മേക്കിംഗ് ഒരു നല്ലൊരു ലേണിംഗ് മെത്തഡോളജി അല്ല. അത് ഇൻ ജനറൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. ഈ നോട്ട് എഴുതുമ്പോൾ നമുക്ക് എന്തോ കുഴപ്പമില്ല നമുക്ക് തോന്നും, ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് അത് പലപ്പോഴും വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ നമ്മൾ നോട്ട് മേക്കിങ്ങിൽ ആദ്യമായി നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്ക് ഡിലേഡ് നോട്ട് മേക്കിംഗ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു പെന്നും പേപ്പറും എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നും എഴുതരുത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്താണ് എന്ന് നിങ്ങൾ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് എഴുതാൻ ശ്രമിക്കുക. ടീച്ചർ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ മേജർ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ ശ്രമിക്കുക. ഇപ്പം എന്താ സംഭവിക്കുക? നമുക്ക് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ആക്ച്വലി അവിടെ ഒരു വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ മസിൽസ് നമ്മുടെ മെമ്മറിയിൽ ഒന്നുകൂടി കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണാം. സോ ദാറ്റ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് നമുക്ക് കിട്ടാത്തത്, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിലേഡ് നോട്ട് മേക്കിംഗ്. നോട്ട് നമ്മൾ ഒരു ടീച്ചറുടെ കൂടെ അല്ലെങ്കിൽ വീഡിയോയുടെ കൂടെ എഴുതുന്നതിന് പകരം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഓർമ്മയിൽ നിന്നെടുത്ത് നോട്ട് എഴുതാൻ ശ്രമിക്കുക, ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക, പ്രധാന പോയിന്റ്സ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക് ആക്റ്റീവ് റീകോളിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. രണ്ടാമത്തെ ടെക്നിക്ക് എന്നുള്ളത് ആംബിഗ്വസ് നോട്ട് മേക്കിംഗ് ആണ്. എന്താണ് ആംബിഗ്വസ് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഇനി നോട്ട് എഴുതുമ്പോൾ മേ ബി ഡിലേഡ് നോട്ട് മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഇനി ടെക്സ്റ്റ് നോക്കി നമ്മളൊരു ഷോർട്ട് നോട്ട് എഴുതുകയാണ് സോ ദാറ്റ് വി ക്യാൻ റിവൈസ് ജസ്റ്റ് ബിഫോർ എക്സാം അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എക്സാം. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ നോട്ട് എഴുതുമ്പോൾ ആ നോട്ട് നമ്മൾ എഴുതുന്നു, പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെനിക്കറിയാം,
ബട്ട് ആക്ച്വലി നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ആക്ച്വലി ഒരു ആംബിഗ്വസ് നോട്ട് എഴുതുക. എങ്ങനെ ആംബിഗ്വസ് നോട്ട് എഴുതുക? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ സെൽ എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു സെല്ല് വരയ്ക്കുകയാണ്. എൻ്റെ ബയോളജി വളരെ മോശമാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിനി ക്ഷമിക്കണം. ഞാനിതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, മേ ബി അതിന് ചുറ്റും ഒരു പ്ലാൻ സെല്ലാണെങ്കിൽ സെൽ വാൾ ഉണ്ട്, ഒരു മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലേ, സൈറ്റോപ്ലാസ് ഉണ്ട്, അതേപോലെ മേ ബി ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പിന്നെ ഗോൾജൈ ബോഡീസ് ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാനതിൻ്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് ആക്കുന്നില്ല. നമ്മൾ സാധാരണ ഇതൊരു നോട്ടായിട്ട് എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ദിസ് ഈസ് ന്യൂക്ലിയസ് അല്ലേ, ദിസ് ഈസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദിസ് ഈസ് ഗോൾജൈ ബോഡീസ്, ഓക്കെ, ദിസ് ഈസ് സെൽ വാൾ അല്ലേ, ദിസ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ, ഓക്കെ, ദിസ് ഈസ് സൈറ്റോപ്ലാസം. ഇനി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതിൽ തന്നെ നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റും. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട നോട്ട്സ് എഴുതാൻ, ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ ഈസ് പവർ ഹൗസ് ഓഫ് സെൽ. എൻ്റെ എഴുത്തൊക്കെ മോശമാണ്, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ കേൾക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എഴുതാം പ്ലാൻ സെൽസ് ഹാവ് സെൽ വാൾ, റൈറ്റ്, animal cells don't have cell wall. ഓക്കെ, ഇതൊക്കെ ഞാൻ എഴുതിയ നോട്ടാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയുടെ തലേന്ന് റെഫർ ചെയ്യുന്നു. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ നോക്കുന്നു അല്ലേ. അപ്പോൾ സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, ഇതൊക്കെ അറിയാം. എൻഡോപ്ലാസ്മിക് അറിയാം, പ്ലാസ്മ മെംബ്രെയിൻ അറിയാം, സെൽ വാൾ, പ്ലാൻ സെൽസ് ഹാവ് സെൽ വാൾ, ആനിമൽ സെൽസിനില്ല, ഇതറിയാം. മൈറ്റോകോൺട്രിയ ഈസ് എ പവർ ഹൗസ് ഓഫ് സെൽ, ഇതറിയാം അല്ലേ. ഇങ്ങനെ നമുക്ക് എല്ലാം അറിയാമെന്ന് തോന്നുക ചെയ്യാം. ബട്ട് ആക്ച്വലി എക്സാം ഹാളിൽ എത്തിയിട്ട് പ്ലാൻ സെൽസിനാണോ ആനിമൽ സെൽസിനാണോ സെൽ വാൾ ഉള്ളത്, സെൽ വാൾ ഇല്ലാത്തത്, ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ എടുത്തു. ഇങ്ങനെ കോംപ്ലക്സ് എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നോട്ട് മേക്കിങ്ങിൻ്റെ പ്രശ്നം. ഇത് വളരെ പാസീവ് ലേണിംഗ് ആണ്. ഓക്കെ, ഇതൊരു പാസീവ് ലേണിംഗ് മെത്തഡോളജി ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് നമ്മളൊരു ആംബിഗ്വസ് നോട്ട് ആക്കുക. എങ്ങനെ ഇതിനൊരു ആംബിഗ്വസ് നോട്ട് ആക്കുക? കണ്ടോളൂ, ഞാൻ ആംബിഗ്വസ് നോട്ട് ആക്കുന്നത് കണ്ടോളൂ. ഞാൻ മേ ബി ഈ ഒരു സംഭവം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത് ഇവിടെ മായ്ച്ച് കളയുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ മേ ബി കുറച്ച് ഡോട്ട്സ് ഇടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഗോൾജൈ ബോഡീസ് എന്നുള്ളത് മായ്ച്ച് കളയുന്നു. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഡോട്ട്സ് ഇടുന്നു. അതേപോലെ തന്നെ ഞാൻ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ളത് മായ്ച്ച് കളയുന്നു. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഡോട്ട്സ് ഡാഷ് ഇടുന്നു. ഇനി നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. ഇതെന്താ സംഭവം? ഇതെനിക്കറിയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അല്ല, എനിക്കറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മേ ബി ഐ ഹാവ് ടു റെഫർ ബാക്ക് ടു മൈ അതർ നോട്ട്സ് ഓർ മൈ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ഇത് ഗോൾജൈ ബോഡീസ് ആണ്, ഇതെനിക്ക് അറിയില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ മനഃപൂർവ്വം കുറച്ച് കാര്യങ്ങൾ വിടുക. ഫോർ എക്സാമ്പിൾ ഡാഷ് ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ, ഡാഷ് ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ, നമ്മളൊരു ആക്റ്റീവ് റീകോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്രമിക്കുന്നു അല്ലേ. മൈറ്റോകോൺട്രിയ ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ, അല്ലെങ്കിൽ വേറെന്തോണോ പവർ ഹൗസ് ഓഫ് സെൽ അല്ല, എനിക്കറിയില്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഡയഗ്രാംസ് വരുന്നിടത്തോ അല്ലെങ്കിൽ കൂടുതൽ നോട്ട്സ് കൺഫ്യൂസിങ് സംഭവങ്ങൾ വരുന്നിടത്ത് ഒക്കെ നമുക്കിത് ചെയ്യാം അല്ലേ. പ്ലാൻ സെൽസ് ഹാവ് സെൽ വാൾ, ഡാഷ് സെൽ വാൾ, ആനിമൽ സെൽസ് ഡാഷ് സെൽ വാൾ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് പ്ലാൻ സെൽസ് ഹാവ് സെൽ വാൾ ആണോ, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് സെൽ വാൾസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൽ വാൾ ആണോ? നമുക്ക് ഓർത്തെടുത്താൽ നമ്മുടെ മെമ്മറിയിൽ അത് വീണ്ടും റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഓർത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിലോ നമുക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? നമ്മൾ വീണ്ടും അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്, ആംബിഗ്വസ് നോട്ട് മേക്കിംഗ്. മൂന്നാമത്തെ ടെക്നിക്കാണ് ക്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം വാട്ട് എവർ നോട്ട്സ് വി ഹാവ്. ഓക്കെ, നമ്മൾ ഡിലേഡ് നോട്ട് മേക്കിലോ അല്ലെങ്കിൽ ആംബിഗ്വസ് നോട്ട് മേക്കിലോടോ അല്ലെങ്കിൽ നമ്മൾ ഇൻ ജനറൽ ചിലപ്പോൾ നോട്ട്സ് എഴുതിയിട്ടോ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ വാട്ട് യു നോ ആൻഡ് വാട്ട് യു ഡോണ്ട് നോ. പലപ്പോഴും നമുക്ക് ടൈം മാനേജ്മെന്റ് പറ്റുന്ന പ്രശ്നമാണ്. നമ്മളെല്ലാം പഠിക്കും, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി സമയം എടുത്താലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫൈങ് ആണ്. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട്, അതായത് നമുക്ക് എളുപ്പമുള്ളൊരു കാര്യം പഠിക്കാൻ എന്താണ്, നമുക്ക് എപ്പോഴും സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങൾ പലപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം ഡിസൈറബിൾ ഡിഫിക്കൽറ്റിയെ കുറിച്ച് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് ചെല്ലാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പകരം ഇത് നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം അറിയുന്ന കാര്യം തന്നെ കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അറിയാത്തത് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് എഴുതി കഴിഞ്ഞാൽ മേ ബി അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
സർക്കുലേറ്ററി സിസ്റ്റം, ആ സർക്കുലേറ്ററി സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കുക. ദാറ്റ് മേ ബി എ വാട്ട് ക്വസ്റ്റ്യൻ ഓർ എ ഹൗ ക്വസ്റ്റ്യൻ ഓർ എ വൈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് എന്തും ആവാം. നമുക്ക് പ്രധാനമെന്ന് തോന്നുന്ന 5-6 ക്വസ്റ്റ്യൻസ് അവിടെ എഴുതി വെക്കുക. അടുത്ത തവണ നമ്മൾ ഈ സബ്ജക്റ്റ് റിവിഷന് വേണ്ടി എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എവിടെയാണ് ഒരു നോളജ് ഗ്യാപ്പ് ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നു അല്ലേ? ആ നോളജ് ഗ്യാപ്പ് ഉള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം നമുക്ക് മനസ്സിലാവുന്നു, ആ ഭാഗത്ത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 ടെക്നിക്സ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ നോട്ട് മേക്കിംഗ് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ടെക്നിക്സ് ആയിരിക്കും. ഡിലേഡ് നോട്ട് മേക്കിംഗ്, ആംബിഗ്വസ് നോട്ട് മേക്കിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ നോട്ട്സ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, അപ്പോൾ ക്രിയേറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുഴുവൻ പഠിക്കേണ്ടതില്ല. നമുക്ക് എവിടെയാണോ നോളജ് ഗ്യാപ്പ് ഉള്ളത് അത് പഠിക്കുക. നമ്മൾ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും ആദ്യം ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് എവിടെയും നോക്കാതെ പറയാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ആക്റ്റീവ് റീകോൾ നോട്ട് മേക്കിങ്സ് ആണ് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എസ്പെഷ്യലി ബയോളജി, കെമിസ്ട്രി, അതേപോലെ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്, നീറ്റ്, UPSC ആസ്പിറൻസിനൊക്കെ എക്സ്ട്രീംലി ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സയൻസ് ഓഫ് ലേണിങ്ങിൻ്റെ അടുത്ത എപ്പിസോഡ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.